എല്ലാർക്കും ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ടായിനോ? പ്രോബ്ലത്തിന്റെ ആൻസർ കിട്ടിയിട്ടുണ്ടായിനോ എല്ലാരിക്കും? ആരെങ്കിലും ചെയ്തു നോക്കിയിട്ടുണ്ടോ ഹോംവർക്ക്? ഒന്ന് പറയടോ നിങ്ങള് ഹോംവർക്ക് ചെയ്ത് നോക്കീനോ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്ല്ലേ? ഓക്കെ. അപ്പം ചെയ്യാത്ത കുട്ടികൾ ഒന്ന് ശ്രദ്ധിക്ക് എങ്ങനെയാ ചെയ്യേണ്ടതിന്റെ കാര്യം പറഞ്ഞുതരാം. നമുക്ക് തന്നത് എന്ന് പറഞ്ഞത് 0 and 1 ഇൻസൈഡ് ആയിട്ടുള്ള ഒരു സി ഒന്നാമത്തെ പാർട്ടിൽ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ 0 ഇൻസൈഡും 1 ഔട്ട്സൈഡും ആയിട്ടുള്ള ഒരു പാർട്ട് രണ്ടാമത് തന്നിട്ടുണ്ട്. മൂന്നാമത് തന്നത് 1 ഇൻസൈഡും 0 ഔട്ട്സൈഡും. അതിനുശേഷം നാലാമതൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1ഉം 0ഉം ഔട്ട്സൈഡും. അപ്പൊ ഇങ്ങനെയുള്ള 4 കണ്ടീഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. കേവ് ഏതായിക്കോട്ടെ, കേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണ്. 0ഉം 1ഉം ഒന്നാമത്തേൽ ഇൻസൈഡ് ആണ്. അതായത് നമുക്ക് അന്നേരം ആ ഒരു 0യിലെയും 1ലെയും റെസിഡ്യൂ സെപ്പറേറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം രണ്ടും സമ്മ് ചെയ്തിട്ട് 2πi മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇത് രണ്ടാമത്തെ കേസിൽ പറഞ്ഞത് 0 മാത്രമേ ഇൻസൈഡ് ഉള്ളൂ. അപ്പം അറ്റ് 0യിലെ റെസിഡ്യൂ നമ്മൾ കാണുക. റെസിഡ്യൂ നമ്മൾ കണ്ടതിന് ശേഷം അത് 2πi മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത മൂന്നാമത്തേത് എന്ന് പറയുന്നത് 1 ആണ് ഇൻസൈഡ് ഉള്ളത്. അപ്പം 1 ഇൻസൈഡ് ആകുമ്പോൾ എന്താണ് അറ്റ് 1ലെ റെസിഡ്യൂ നമ്മൾ കാണുക. അതിനുശേഷം അത് 2πi മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ലാസ്റ്റ് കേസ് എന്ന് പറഞ്ഞത് 0ഉം 1ഉം ഔട്ട്സൈഡാണ് വരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 0ഉം 1ഉം ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു റെസിഡ്യൂ എന്ന് പറയുന്നത് 0 തന്നെയാണ് കിട്ടുക. പിന്നെ അത് 2πi മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 0 തന്നെയായിരിക്കും. അപ്പൊ ഫോർത്ത് കേസിൽ, അതായത് 0ഉം 1ഉം ഔട്ട്സൈഡ് ആവുന്ന കേസിൽ നമുക്ക് 0 തന്നെയാണ് നമ്മുടെ ആ ഒരു ഇന്റഗ്രൽ, ഈ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ വരുന്നത്. പിന്നെ ഒന്നാമത്തെ കേസിൽ നമ്മൾ പറഞ്ഞു 0ന്റെ അകത്ത് റെസിഡ്യൂ എന്ന് പറയുന്നത് -4ഉം 1ലെ റെസിഡ്യൂ എന്ന് പറയുന്നത് 1ഉം ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിന്. അപ്പൊ രണ്ടും കൂടി സം ചെയ്തപ്പോൾ നമുക്ക് എത്രയാ? -3 കിട്ടി. അതിന്റെ കൂടെ 2πi ആഡ് ചെയ്തപ്പം -6πi നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ കേസിൽ എന്ന് പറയുമ്പോൾ 0ഉം ഉള്ളിലാണ് ബിലോങ് ചെയ്യുന്നത്, 1ഉം ഉള്ളിലാണ് ബിലോങ് ചെയ്യുന്നത്. രണ്ടാമത്തെ കേസിൽ 0 ആണ് ഉള്ളിൽ ബിലോങ് ചെയ്യുന്നത്. അപ്പം അറ്റ് 0യിലെ റെസിഡ്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് എത്രയായിരുന്നു? -4 ആയിരുന്നു. അപ്പൊ ആ ഒരു -4നെ നമ്മൾ 2πi മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇന്റഗ്രൽ ഓവർ എവിടെ? കേവ് ദാറ്റ് എന്താ ഇൻസൈഡില് 0 വരുന്ന ടൈപ്പുള്ള ആ ഒരു കേവിലൂടെയുള്ള ഇന്റഗ്രൽ എന്ന് പറയുന്നതിന്റെ വാല്യൂ -8πi നമുക്ക് കിട്ടും. സിമിലർലി എന്താ 1 ഇൻസൈഡ് വരുന്ന തരത്തിലുള്ള ഒരു കേവിന്റെ ഉള്ളിലേക്ക് കൂടിയുള്ള ഈ ഒരു ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് 2πi റെസിഡ്യൂ അറ്റ് z=1 ആയിരിക്കും. അപ്പം റെസിഡ്യൂ അറ്റ് z=1 നമ്മൾ ഇന്നലെ ക്ലാസ് ടൈമിൽ കണ്ടുപിടിച്ചതാണ്. അതെന്തായിരുന്നു? 1 ആയിരുന്നു. 2πi × 1 എന്ന് പറയുന്നത് 2πi തന്നെയായിരിക്കും. പിന്നെ ലാസ്റ്റ് കേസ് എന്ന് പറയുന്നത് രണ്ടും 0ഉം 1ഉം ഔട്ട്സൈഡ് ആവുന്ന കേസിൽ, ദാറ്റ് മീൻസ് എന്താണ്? ആ ഒരു ഇന്റഗ്രൽ എന്ന് പറയുന്നത് ടോട്ടലായിട്ട് 0 ആയി പോയി. കാരണം എവിടെയും റെസിഡ്യൂ നമുക്ക് കണ്ടുപിടിക്കാനില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ടേം എന്ന് പറയുന്നത് കംപ്ലീറ്റ് 0 ആയി പോകും. അപ്പം 2πi ആ ഒരു 0 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 0 തന്നെയാണ് വാല്യൂ വരുന്നത്. ഓക്കെ അല്ലേ? ഈ ഒരു പ്രോബ്ലം സിമ്പിൾ തന്നെയല്ലേ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് നമ്മൾ ആ ഒരു റെസിഡ്യൂ എടുക്കുന്നത്, ഏതൊക്കെ ടൈപ്പ് റെസിഡ്യൂസ് ആണ് നമ്മൾ ആ ഒരു സമ്മേഷൻ്റെ അകത്ത് എടുക്കുന്നതിലെ കാര്യമെല്ലാം ക്ലിയർ ആയിട്ടില്ലേ? എപ്പോഴും നമ്മൾ നോക്കുക സിംഗുലാരിറ്റി ഏതാണെന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനുശേഷം ആ ഒരു സിംഗുലാരിറ്റി നമുക്ക് തന്ന കേവിനുള്ളിൽ ബിലോങ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഈ ഒരു കേസ് മാത്രമല്ല, നമ്മൾ ആ ഒരു കോഷി ഇന്റഗ്രൽ ഫോർമുലേന്റെ കേസിൽ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ബിലോങ് ചെയ്യുന്നുണ്ടോ നോക്കുക. ബിലോങ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ് പോയിന്റിലെ റെസിഡ്യൂ നമ്മളിവിടെ കണ്ടുപിടിക്കുക. ജസ്റ്റ് 2πi മൾട്ടിപ്ലൈ ചെയ്യാം. ഒറ്റൊരു റെസിഡ്യൂ മാത്രമാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അത് 2πi മൾട്ടിപ്ലൈ ചെയ്താൽ മതി. പക്ഷെ ഒന്ന് കൂടുതൽ സിംഗുലാരിറ്റീസ് ഇൻസൈഡ് ഓഫ് ദി കേവ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഓരോരോ പർട്ടിക്കുലർ പോയിന്റിലെയും റെസിഡ്യൂ കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക? അത് ടോട്ടൽ സമ്മ് ചെയ്യുക. ആ സമ്മിനോടാണ് നമ്മൾ 2πi മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഈ ഒരു പ്രോബ്ലം ഒന്ന് കമന്റ് ചെയ്താട്ടെ. ഇങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലംസ് ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായില്ലേ? ഒന്ന് പറയടോ.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കിയട്ടെ നിങ്ങളെ. ഇവാലുവേറ്റ് integral 2z minus 1 divided by z into z plus 1 into z plus 3 over mod z is equal to 2. ഒന്ന് ചെയ്ത് നോക്കിയാട്ടെ എങ്ങനെയാ വരുന്നത്, അതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാട്ടെ. ആദ്യത്തെ കുറച്ച് ഹിന്റുകൾ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ട്, അതെന്താ എനിക്ക് മറച്ചു വെക്കാൻ പറ്റൂല. നിങ്ങൾ അതൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കിയാട്ടെ. ഇവിടെ z ഇൻറ്റു z പ്ലസ് വൺ ഇൻറ്റു z പ്ലസ് ത്രീ ആണ് നമ്മുടെ ആ ഒരു ഡിനോമിനേറ്റർ വരുന്നത്. അതിനെ സീറോനോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് z ഇസ് ഈക്വൽ ടു സീറോ, z ഇസ് ഈക്വൽ ടു മൈനസ് വൺ, z ഇസ് ഈക്വൽ ടു മൈനസ് ത്രീ എന്ന് പറയുന്ന മൂന്ന് ടൈപ്പ് സിംഗുലാർ പോയിന്റ്സുകൾ കിട്ടും. അതിൽ സീറോയും വൺ മൈനസ് വണ്ണും നമ്മുടെ ഈ ഒരു തന്ന കേവിന്റെ ഇൻസൈഡ് ആണ് ബിലോങ് ചെയ്യുന്നത്. മൈനസ് ത്രീ എന്ന് പറയുന്നത് കേവിന്റെ ഔട്ട്സൈഡ് ആണ് ബിലോങ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? അറ്റ് z ഇസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ആ ഒരു പോയിന്റിലെയും അറ്റ് z ഇസ് ഈക്വൽ ടു വൺ എന്ന് പറയുന്ന പോയിന്റിലെയും റെസിഡ്യൂ കണ്ടുപിടിക്കുക. ഇവിടെ ഈ രണ്ട് സിംഗുലാർ പോയിന്റ്സുകൾ എന്താണ്? സിമ്പിൾ പോളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് റെസിഡ്യൂ കണ്ടുപിടിക്കുക? ലിമിറ്റ് z ടെൻഡ്സ് ടു z നോട്ട് z മൈനസ് z നോട്ട് ഇൻറ്റു എഫ് ഓഫ് z. ആ ഒരു ഇക്വേഷനിൽ വേണം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് റെസിഡ്യൂ കണ്ടുപിടിക്കാൻ. ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാട്ടെ എല്ലാവരും. എന്നിട്ട് അറ്റ് z ഇസ് ഈക്വൽ ടു സീറോയിൽ എന്താ റെസിഡ്യൂ കിട്ടുന്നത്, അറ്റ് z ഇസ് ഈക്വൽ ടു മൈനസ് വണ്ണിൽ എന്താ റെസിഡ്യൂ കിട്ടുന്നതിന്റെ കാര്യം ഒന്ന് പറയും. അറ്റ് z ഇസ് ഈക്വൽ ടു സീറോയിലെയും z ഇസ് ഈക്വൽ ടു മൈനസ് വണ്ണിലെയും റെസിഡ്യൂ കണ്ടുപിടിച്ച് വെക്കുക. എന്താ z ഇസ് ഈക്വൽ ടു സീറോയിൽ റെസിഡ്യൂ കിട്ടുന്നത്? അറ്റ് z ഇസ് ഈക്വൽ ടു സീറോയിൽ എന്താ റെസിഡ്യൂ വരുന്നത്? മൈനസ് വൺ ബൈ ത്രീ. ഓക്കെ, മൈനസ് വൺ ബൈ ത്രീ ആണ് നമുക്ക് അറ്റ് z ഇസ് ഈക്വൽ ടു സീറോയിൽ റെസിഡ്യൂ കിട്ടുന്നത്. എല്ലാവർക്കും കിട്ടിയനോ? മൈനസ് വൺ ബൈ ത്രീ റെസിഡ്യൂ ആയിട്ട് അറ്റ് z ഇസ് ഈക്വൽ ടു സീറോയിൽ. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ അറ്റ് z ഇസ് ഈക്വൽ ടു വണ്ണിലെ റെസിഡ്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ. അറ്റ് z ഇസ് ഈക്വൽ ടു വണ്ണിലെ റെസിഡ്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ചെയ്തിട്ട് കിട്ടാത്ത കുട്ടികളൊന്ന് സ്ക്രീനിൽ നോക്ക് കേട്ടോ. എന്നിട്ട് എവിടെയാ ഡൗട്ട് വന്ന് എവിടെയാ തെറ്റിപ്പോയതിന്റെ കാര്യം ഒന്ന് നോക്ക്. അതിനുശേഷം ഞാൻ പറഞ്ഞു തരാം.
എത്രയാണ് കിട്ടിയത്? അറ്റ് z is equal to 1 -1ന്റെ അകത്ത് റെസിഡ്യൂ എന്ന് പറയുന്നത് 3/2. എല്ലാവർക്കും കിട്ടിയോ 3/2? എല്ലാവർക്കും കിട്ടിയനോ? 2-3 കുട്ടിക്ക് മാത്രമാണോ കിട്ടിയത്? 3-4 കുട്ടികൾ, 4 കുട്ടിക്ക് മാത്രമാണോ കിട്ടിയത്? ആകാശിന് കിട്ടീനോ? ആകാശ് റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അറ്റൻഡൻസ് തരൂല. ഓക്കെ. അഖിലിന് കിട്ടീനോ? അഖിലിന് അഖിൽ അഖിലില്ലേ? അക്ഷയ്ക്ക് കിട്ടിയിട്ടില്ലേ? അക്ഷയ ഓക്കെ. പിന്നെ അനുഷ്ക പറഞ്ഞു. ദേവക്ക് കിട്ടിയോ? ദേവപ്രിയ കുഴപ്പമൊന്നുമില്ലല്ലോ പ്രോബ്ലം ചെയ്യാൻ? ഫാത്തിമക്ക് കിട്ടി, സഹലക്ക് കിട്ടി, ഹരിക്ക് കിട്ടിയോ? ഹരികൃഷ്ണ എത്രയാ ലാസ്റ്റ് ആൻസർ വന്നത് ടോട്ടല്? ഹരിക്ക് എത്രയാ ലാസ്റ്റ് ആൻസർ കിട്ടിയത്? നമ്മുടെ ആ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ എത്രയാ കിട്ടിയത്? 2 റെസിഡ്യൂ നമ്മൾ കണ്ടു. അതിന് ശേഷം എന്തേ ചെയ്യണ്ടു? പിന്നെ ഒന്ന് ചെയ്തിട്ട് പറയേ, ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ട് എത്രയാ കിട്ടുന്നതിന്റെ ആൻസർ. ജിബിക്ക് കിട്ടിയോ? ജിബി ഒന്നും ഇപ്പൊ ഒന്നും റെസ്പോണ്ട് ചെയ്യലേ ഇല്ലല്ലോ ക്ലാസ്സിൽ. ജിബി കിട്ടീനോ ആൻസർ? ലാസ്റ്റ് ആൻസർ എത്രയാ വന്നത്? വേഗം പറയാം, എന്നിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നുള്ളൂ. ലാസ്റ്റ് ആൻസർ എത്രയാ കിട്ടിയത്? ആ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്രയാ കിട്ടിയെന്നുള്ള കാര്യം ഒന്ന് പറ. ക്ലാസ് ശ്രദ്ധിച്ച കുട്ടികളാണെങ്കിൽ വേഗം തന്നെ ആൻസർ പറയാൻ പറ്റും. വേഗം പറയും. എല്ലാവരും ആൻസർ ടൈപ്പ് ചെയ്ത് വെച്ചോ. ഞാൻ പറയുന്ന ആള് എനിക്ക് അയച്ചു തരേണ്ടി വരും. ഹരി എത്ര ആൻസർ കിട്ടിയ പറയടോ. ഹരികൃഷ്ണ ജിബിക്ക് എത്ര കിട്ടിയത്? എന്തേ ചെയ്യണ്ടു? നമുക്ക് ഈ കിട്ടിയ 2 റെസിഡ്യൂ ഒന്ന് സമ്മ് ചെയ്യുക. അതിനോട് 2π ആയി മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്ര അന്നേരം ആൻസർ വരുന്നത്. ഒന്ന് പറഞ്ഞൂടെ നിങ്ങൾക്ക്? 2 റെസിഡ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. ഇനി അത് ജസ്റ്റ് ഒന്ന് സമ്മ് ചെയ്യുക. സമ്മ് ചെയ്തതിന് ശേഷം 2π ആയോട് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. എത്രയാ വന്നത് ആൻസർ? അവരൊന്നും റെസ്പോണ്ട് ചെയ്യും തോന്നുന്നില്ല. അപ്പൊ അറ്റൻഡൻസ് ഇന്ന് തരൂല എന്തായാലും. കിട്ടിയവരൊന്ന് പറഞ്ഞാട്ടെ ആൻസർ എത്രയാ വന്നതെന്ന്. ടോട്ടൽ ലാസ്റ്റ് ആ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ എത്രയാ വന്നതിന്റെ കാര്യം ഒന്ന് പറയും ചെയ്തിട്ട് കിട്ടിയവർ. സെവൻ ബൈ ത്രീ പൈ ഐ 7/3 πi. ഓക്കെ, 7/3 πi ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം ചെയ്തിട്ട് കിട്ടാത്തവര് ശ്രദ്ധിക്കാം, അല്ലാത്തവരും ശ്രദ്ധിച്ചോ, കുഴപ്പമൊന്നുമില്ല. എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ആ ഒരു റെസിഡ്യൂ എന്ന് പറയുന്നത് z=0യിലെ റെസിഡ്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? അതൊരു സിമ്പിൾ പോൾ ആയതുകൊണ്ട് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് z → z0 z - z0 f of z ആണ്. ഇവിടെ z0 എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ഞാൻ z0 പകരം 0 എന്ന് പറയുന്ന വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം മുകളിൽ ഒരു z വരും, താഴെ ഇവിടെ ഒരു z വരും. രണ്ടിനെ അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ബാക്കി ടേമായിട്ട് നമ്മുടെ 2z - 1 / z + 1 × z + 3 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. അപ്പൊ ഇത്ര കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്തേ ചെയ്യേണ്ടു? z-നെ നമ്മുടെ ആ ഒരു 0 എന്ന് പറയുന്ന വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം 0 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മുകളിൽ -3 വരും, താഴെ 1 × 3 വരും. ദാറ്റ് ഈസ് -1/3 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റെസിഡ്യൂ ആയിട്ട് z = 0 കിട്ടും. സിമിലർ വേ തന്നെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്?
z is equal to -1 z is equal to -1 എന്ന് പറയുന്നതും എന്താണ്, സിമ്പിൾ പോൾ ആണ്. അതുകൊണ്ട് തന്നെ റെസിഡ്യൂയുടെ ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് നമുക്ക് ഇവിടെയും യൂസ് ചെയ്യേണ്ടത്. ലിമിറ്റ് z tends to -1, z plus 1 into 2z minus 1 divided by z into z plus 1 into z plus 3 ചെയ്യാം. അപ്പം മുകളിൽ ഇവിടെ ഒരു z plus 1 ഉണ്ടാവും, ഇവിടെയുള്ള ഒരു z plus 1 ഉണ്ടാവും. രണ്ടും കൂടി അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും. ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ബാക്കി 2z minus 1 divided by z into z plus 3 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടും. അപ്പൊ ഇതിൻ്റെ അകത്തിന് z എവിടെയൊക്കെ കാണുന്നു അവിടെയൊക്കെ നിങ്ങൾ -1 ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക, സോറി ഇട്ട് കൊടുക്കുക. അപ്പം 2 into -1 ഡിവൈഡഡ് ബൈ -1 into -1 plus 3 അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നിങ്ങൾക്ക് 3/2 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അപ്പം രണ്ട് പോയിന്റിലെയും റെസിഡ്യൂ നമ്മൾ കണ്ട സ്ഥിതിക്ക് ഈ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 2πi into സം ഓഫ് റെസിഡ്യൂസ് ഇൻസൈഡ് സി ആയിരിക്കും. നമ്മുടെ സം ഓഫ് റെസിഡ്യൂസ് ആ ഒരു സി എന്ന് പറയുന്ന കർവിന്റെ ഉള്ളിൽ ബിലോങ് ചെയ്യുന്ന സിംഗുലാരിറ്റീസിലെ റെസിഡ്യൂവിനോട് അതിന്റെ സമ്മിനോട് 2πi മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ വാല്യൂ കിട്ടുക. അപ്പം 2πi into -1/3 plus 3/2 ചെയ്യുമ്പം 2πi into -2 plus 9/6 അതായത് 2πi into 7/6 വരും. ദാറ്റ്സ് ഈക്വൽ ടു 7πi/3 എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാല്യൂ കിട്ടും. ക്ലിയർ ആണോ ഈ ഒരു പ്രോബ്ലം ചെയ്തത്? ചെയ്തിട്ട് കിട്ടാത്ത കുട്ടികളൊന്ന് പറയേ ക്ലിയർ ആണോ എന്നുള്ള കാര്യം. നിങ്ങൾ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യാണ്ട് നിന്ന് കഴിഞ്ഞാൽ അറ്റൻഡൻസ് തരാൻ പറ്റില്ല. കാരണം നിങ്ങൾ ജസ്റ്റ് ഈ ഒരു എന്താ പറയുക ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. റെസ്പോണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡൻസ് തരാൻ പറ്റൂല. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും തെറ്റാണെങ്കിലും ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ ആരും. നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് അടുത്തൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാട്ടെ നിങ്ങൾ. അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇവാലുവേറ്റ് ഇന്റഗ്രൽ ടാൻസെന്റ് ഡിവൈഡഡ് ബൈ z സ്ക്വയർ മൈനസ് 1 dz കൗണ്ടർ ക്ലോക്ക് വൈസ് around mod z is equal to 3/2 using Cauchy residue theorem. അപ്പോൾ നമ്മൾ അടുത്ത് ഇവാല്യൂ ചെയ്യേണ്ടത് ഇതാ ഈ ഒരു ഇന്റഗ്രലിനാണ്. എവിടെയാണ് അതിൻ്റെ എന്താ പറയുക തന്ന കേർവ് എന്ന് പറയുന്നത് mod z is equal to 3/2. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടാൻസെന്റ് ഡിവൈഡഡ് ബൈ z സ്ക്വയർ മൈനസ് 1 വരും. അപ്പം കോച്ചി റെസിഡ്യൂ തിയറം യൂസ് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ സിംഗുലാർ പോയിന്റ്സുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കാം. സിംഗുലാർ പോയിന്റ്സ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, പിന്നെ അതിൽ ഏതൊക്കെയാണ് ഇൻസൈഡിൻ്റെ കാര്യം ചെക്ക് ചെയ്യുക. എന്നിട്ടോ ഏതൊക്കെയാണ് ഇൻസൈഡ് വരുന്നത് ആ ഒരു സിംഗുലാർ പോയിന്റ്സിലെ റെസിഡ്യൂ കണ്ടുപിടിച്ച് വെക്കുക. എന്നിട്ട് എന്താ ചിലപ്പോൾ ഒന്ന് കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അത് സമ്മ് ചെയ്യുക. എന്നിട്ട് 2πiയോട് മൾട്ടിപ്ലൈ ചെയ്യുക. ഒറ്റൊന്ന് മാത്രമേ വരുന്നെങ്കിൽ അതിനോട് 2πi മൾട്ടിപ്ലൈ ചെയ്യുക. ഒന്ന് ചെയ്ത് കണ്ടുപിടിച്ച് നോക്കിയാട്ടെ എത്ര ആൻസർ വരുന്നത്. എന്നിട്ട് ഈ ഒരു ഇങ്ങനത്തെ ഒരു ഇന്റഗ്രൽ തന്നു കഴിഞ്ഞാൽ രണ്ട് വിധത്തിൽ ചെയ്യാം കേട്ടോ. നമ്മുടെ എന്താ കോച്ചി ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ടും ചെയ്യാം, ഈ ഒരു ഇന്റഗ്രൽ യൂസ് ചെയ്തിട്ടും ചെയ്യാം. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡ്യൂൾ 4ൻ്റെ അകത്താണ് നിങ്ങളോട് ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേ ചെയ്യാവൂ, നിങ്ങൾ ആ ഒരു കോച്ചി ഇന്റഗ്രൽ ഫോർമുല മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. മോഡ്യൂൾ 5ലാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇന്റഗ്രൽ തന്നിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, കോച്ചി റെസിഡ്യൂ തിയറം യൂസ് ചെയ്തിട്ട് ചെയ്യണം. അത് മാറിപ്പോകാൻ പാടില്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ മാർക്ക് തരാൻ പറ്റൂല. നിങ്ങൾ അതെന്തായാലും മര്യാദയ്ക്ക് ഓർമ്മയിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം. മോഡ്യൂൾ മാറിപ്പോകാൻ പാടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തരുമൊന്നുമില്ല, കോച്ചി റെസിഡ്യൂ തിയറം യൂസ് ചെയ്തിട്ട് തന്നെ ചെയ്യുന്നൊന്നും പറയില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. മോഡ്യൂൾ 5ലാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. മോഡ്യൂൾ 4ലാണെങ്കിൽ മറ്റേ നമ്മുടെ കോച്ചി റെസിഡ്യൂ തിയറം, ജനറലൈസ്ഡ് കോച്ചി തിയറം, പിന്നെയോ സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ടാണ് അവിടെ ചെയ്യേണ്ടത്. ഒന്ന് ചെയ്തിട്ട് ആൻസർ പറയും. ഇവിടുത്തെ FZ എന്ന് പറയുന്നത് ടാൻസെന്റ് ഡിവൈഡഡ് ബൈ z സ്ക്വയർ മൈനസ് 1 ആണ്. ആദ്യം നമ്മൾ അതിന്റെ സിംഗുലാർ പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിനോമിനേറ്റർ എന്ന സീറോനോട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാ സിംഗുലാർ പോയിന്റ്സ് നമുക്ക് കിട്ടുന്നത്, ഏതൊക്കെയാ സിംഗുലാരിറ്റീസ് വരുന്നത്?
ഒന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു നോക്കിയട്ടെ ഏതൊക്കെയാ സിംഗുലാരിറ്റീസ് വരുന്നത്. ഡിനോമിനേറ്ററിനെ സീറോനോട് ഇക്വേറ്റ് ചെയ്യുക. അപ്പം നമുക്ക് സിംഗുലാർ പോയിന്റ്സുകൾ കിട്ടും. ഓക്കെ, 1ഉം -1 ആണ് നമ്മുടെ സിംഗുലാർ പോയിന്റുകൾ വരുന്നത്. പിന്നെ ആ 1ഉം -1ഉം നമുക്ക് തന്ന ആ ഒരു മോഡ് z = 3/2 എന്ന് പറയുന്ന കർവിനുള്ളിൽ ബിലോങ് ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്ന് നോക്കുക. 3/2 എന്ന് പറഞ്ഞാൽ എത്രയാ? 1.5 അല്ലേ വരുന്നത്. അപ്പൊ എന്തായാലും സീറോ സെന്ററും 1.5 റേഡിയസും വരുന്ന ആ ഒരു സർക്കിളിന്റെ ഉള്ളിൽ -1ഉം 1ഉം എന്തായാലും ബിലോങ് ചെയ്യും. അപ്പൊ നമുക്ക് രണ്ട് പോയിന്റിലെയും റെസിഡ്യൂ കണ്ടുപിടിക്കണം. അതിനുശേഷം അത് സമ്മ് ചെയ്യണം, 2πi യോട് മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം നമ്മൾ അറ്റ് z = 1 റെസിഡ്യൂ ആണ് കാണുന്നത്. z = 1 റെസിഡ്യൂ കാണുക. കാണുമ്പോൾ എത്ര ആൻസർ വരുന്നതിന്റെ കാര്യം ഒന്ന് പറയും. ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്ന അതേ ആൻസർ തന്നെ നിങ്ങൾക്ക് വരുന്നുണ്ടോ നോക്കുക. കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത z = -1 പറയുന്ന ആ ഒരു പോയിന്റിലെ റെസിഡ്യൂ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് തന്നെയാണോ ആൻസർ എന്നുള്ള കാര്യം ഒന്ന് ബോർഡ് നോക്കി, അല്ല സോറി, സ്ക്രീൻ നോക്കിയിട്ട് ഒന്ന് ഉറപ്പ് വരുത്തേ. ആദ്യം ചെയ്ത് നോക്കുക, എന്നിട്ട് ഞാൻ സ്ക്രോൾ ചെയ്ത് തരാം. അല്ലെ നിങ്ങൾ അതന്നെ നോക്കി എഴുതിക്കളയും. ഈ ഒരു ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാട്ടെ നിങ്ങൾ. tan1/2 തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കുക. കിട്ടുന്നുണ്ടല്ലേ? അപ്പൊ ഇനി എന്തേ ചെയ്യേണ്ടു? നിങ്ങൾ ആ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 2πi യോട് നമുക്ക് ഈ കിട്ടിയ രണ്ട് വാല്യൂസ് ഒന്ന് സമ്മ് ചെയ്തത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ എത്ര ആൻസർ കിട്ടുന്നതിന്റെ കാര്യം ഒന്ന് നോക്കുക.
ലാസ്റ്റ് ആൻസർ നമുക്ക് 2πi ഇൻറ്റു ടാൻ 1 കിട്ടുന്നുണ്ടോ? 2πi ഇൻറ്റു ടാൻ 1. ഓക്കെ, അപ്പം അതാണ് നമ്മുടെ ഈ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ചെയ്തിട്ട് കിട്ടാത്ത കുട്ടികൾ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്, വേറെ ഒരു മാറ്റവും ഇല്ല. നമ്മുടെ z is equal to +or-1 ആണ് ഇവിടുത്തെ സിംഗുലാരിറ്റി കിട്ടിയതിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഈ z is equal to 1 ഉം z is equal to -1 ഉം സിമ്പിൾ പോളുകളാണ്, അതും നമുക്ക് മനസ്സിലായി. പിന്നെയോ ഈ രണ്ട് വാല്യൂസുകളും നമുക്ക് തന്ന ആ ഒരു കേർവിനുള്ളിൽ തന്നെ ബിലോങ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും നമുക്ക് ക്ലിയർ ആയി. അപ്പം ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ആ ഒരു സിമ്പിൾ പോൾ ആയതുകൊണ്ട് റെസിഡ്യൂ അറ്റ് z is equal to z0 f of z എന്ന് പറയുന്നത് ലിമിറ്റ് z tends to z0 z minus z0 into f of z എന്ന് പറഞ്ഞ ആ ഒരു ഇക്വേഷനാണ് നമ്മൾ റെസിഡ്യൂ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ അത് ജസ്റ്റ് എന്താണ് നമുക്കുള്ള ആ ഒരു വാല്യൂസുകൾ കംപ്ലീറ്റ് അതിനകത്തേക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പം റെസിഡ്യൂ അറ്റ് z is equal to 1 f of z എന്ന് പറയുന്നത് ലിമിറ്റ് z tends to 1 z minus 1 into tan z divided by z minus 1 into z plus 2 ന് z+1 കിട്ടി. അപ്പം മുകളിൽ ഒരു z minus 1 ഉണ്ട്, താഴെ ഒരു z minus 1 ഉണ്ട്. അത് രണ്ടും അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ tan z ഡിവൈഡഡ് ബൈ z+1 പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. അപ്പം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തേ ചെയ്യേണ്ടു? പിന്നെ സെറ്റിന്റെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താഴെ 1 + 1 എന്ന് പറഞ്ഞ് 2 ആവും. അപ്പോൾ tan 1 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വാല്യൂ കിട്ടും. സിമിലർ വേ തന്നെ നമ്മൾ എന്ത് ചെയ്യാം? അറ്റ് z is equal to -1 എന്ന് പറയുന്ന പോയിന്റിൽ റെസിഡ്യൂ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സിമ്പിൾ പോളിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു z+1 ഉം ഇവിടെ ഒരു z+1 ഉണ്ടാവും. അത് രണ്ടും അങ്ങ് ക്യാൻസൽ ആയിട്ട് പോകും. ക്യാൻസൽ ആയി പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം? ലിമിറ്റ് z tends to -1 tan z ഡിവൈഡഡ് ബൈ z minus 1 എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാല്യൂ കിട്ടും. അതിൽ z-ന്റെ വാല്യൂ -1 കൊടുക്കുക. അപ്പം tan ഓഫ് -1 ഡിവൈഡഡ് ബൈ -1 -1 വരും. അപ്പോൾ tan ഓഫ് -1 എന്ന് പറയുന്നത് -tan 1 ഈക്വൽ ആണ്. അത് ഡിവൈഡഡ് ബൈ താഴെ ഒരു -2 വരും. ഇവിടുത്തെ മൈനസും അങ്ങ് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ലാസ്റ്റ് എന്ത് വരും? tan 1 ഡിവൈഡഡ് ബൈ 2 വരും. അപ്പം രണ്ട് പോയിന്റിലെ റെസിഡ്യൂ നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചപ്പോൾ എന്ത് ചെയ്താൽ മതി? സം ഓഫ് റെസിഡ്യൂസ് അറ്റ് z is equal to 1 and z is equal to -1 ചെയ്യുക. അപ്പോൾ രണ്ടും നമുക്ക് tan 1/2 ആണ്. അപ്പം 2 ടൈംസ് tan 1/2 നമുക്ക് ഈ ഒരു ബ്രാക്കറ്റിനുള്ളിലത്തെ വാല്യൂ കിട്ടും. പിന്നെയോ നമുക്കൊരു 2πi ഉണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പം ഇവിടുത്തെ ഈ ഒരു 2ഉം ഇവിടുത്തെ ഈ ഒരു 2ഉം കൂടി അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്താ വരിക? അന്നേരം 2πi ഇൻറ്റു tan 1 നമുക്ക് ആൻസർ കിട്ടും. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. ഈ ഒരു പ്രോബ്ലം ചെയ്തത്, ഈ പ്രോബ്ലം അല്ല, ഇങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലം ചെയ്തതെല്ലാം ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. ഇന്നത്തോടെ നമുക്ക് ഈ ഒരു ടൈപ്പ് പ്രോബ്ലംസ് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ രണ്ട് ടൈപ്പ് ഇന്റഗ്രലാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മോഡ്യൂള് കംപ്ലീറ്റ് ആവും. ഇത്രയും ക്ലിയർ അല്ല എല്ലാവർക്കും? ഈ ഒരു മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാം നിങ്ങൾ ജസ്റ്റ് എന്താ പറയുക, കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇനി ഒരു 10 മിനിറ്റ് ഉണ്ട്. അപ്പം നമുക്ക് നാളത്തെ സീരിയസ് എക്സാമിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണ് ഒന്ന് പേജ് മറിച്ച് നോക്കിയാട്ടെ. നിങ്ങൾ മോഡ്യൂള് 3ഉം മോഡ്യൂള് 4ഉം ഉള്ളത് അല്ലേ? മോഡ്യൂള് 3 നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ആരൊന്ന് പറഞ്ഞിരുന്നേ? ജസ്റ്റ് അത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ആ ഒരു ഹെഡിങ് പറഞ്ഞു തന്നാൽ മതി. നിമ പറഞ്ഞാട്ടെ, എന്തൊക്കെയാ നമ്മൾ മോഡ്യൂൾ 3 പഠിച്ചത്? ആയിഷ, നിമ. ഹലോ, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്താ പറയാ, ഏതൊക്കെ ടൈപ്പ് അല്ല ആ ഒരു മെത്തേഡിൽ പ്രോബ്ലംസാ വരുന്നതിലെ കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരിക ചെയ്യുന്നത്. ഒന്ന് നോക്കുന്നുണ്ടെങ്കിൽ നോക്കുക. നല്ല മാർക്ക് സ്കോർ ചെയ്യാണെന്ന് താല്പര്യമുള്ള കുട്ടികളെ നോക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പം നിങ്ങൾക്ക് സീരിയസ് എക്സാമിന് ഇട്ട ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് മെത്തേഡ് മാത്രമേ ഉള്ളൂ. ഫങ്ഷൻസ് കംപ്ലീറ്റ് ഡിഫറെന്റ് ആണ്. അപ്പൊ അത്രയ്ക്കും നല്ലോണം മര്യാദയ്ക്ക് എന്താ പറയാ ആ ഒരു മെത്തേഡ് വായിച്ചുള്ള മിങ്കിൾ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അറ്റ് എ ടൈമിൽ ആ 1.5 മണിക്കൂർ കൊണ്ട് നമ്മുടെ ഈ പ്രോബ്ലംസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ പ്രോബ്ലംസുകൾ തന്നെയാണ്, വലിയ എന്താ പറയുക വൈഡായിട്ടില്ല, എഴുതി കൂട്ടാൻ മാത്രമുള്ള ഒന്നുമില്ല. അപ്പം നന്നായിട്ട് പഠിച്ച കുട്ടിക്ക് ടൈം പിന്നെയും ബാക്കിയായിരിക്കും എന്നേ പറയാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ഒരു എക്സാം പോലെ എന്താ നമുക്ക് ഡെറിവേഷൻസ് ഒന്നും ഇല്ല ഇപ്രാവശ്യം. ജസ്റ്റ് പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. അപ്പം എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഒന്ന് പറയേ എന്തൊക്കെയാ ഉള്ളതിന്റെ കാര്യം. അതിൽ ഇമ്പോർട്ടൻ്റ് ഏതെല്ലാമാണ്, നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഏതെല്ലാണെന്ന് ഞാൻ പറഞ്ഞുതരാം.
നമ്മളെ ഫിക്സ്ഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ കോംപ്ലക്സ് വേരിയബിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഓ പറയ്, കേക്കുന്നില്ല. കോംപ്ലക്സ് വേരിയബിൾസിനെ കൊണ്ട് പറഞ്ഞു സ്റ്റാർട്ടിങ്ങില്. കോംപ്ലക്സ് ഒന്നും കേൾക്കുന്നില്ല, ഒന്നുകൂടി പറയുവോ? ആരോ ഒന്ന് ക്ലിയർ ഇല്ല ഒരാൾ കോംപ്ലക്സ് പറഞ്ഞിരുന്നേ. വേരിയബിൾ എനിക്ക് ക്ലിയർ ആവുന്നില്ല കേട്ടോ, ആരാ ഒന്ന് പറഞ്ഞിരുന്നത്? സ്നേഹ പറഞ്ഞാട്ടെ, എന്തൊക്കെയാ പഠിച്ചെന്ന് ജസ്റ്റ് ആ ഒരു ഹെഡിങ് മാത്രം പറയും. അപ്പൊ ബാക്കിയുള്ള കുട്ടികൾ ശ്രദ്ധിക്കുക, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന സെക്ഷൻ. തേർഡ് മൊഡ്യൂൾ ഒട്ടിച്ചല്ലേ? തേർഡും ഫോർത്തും നിങ്ങൾക്ക് അതല്ലേ സീരിയസ് എക്സാമിന് വരുന്നത്. കോംപ്ലക്സിന്റെ എന്നാ പഠിച്ച്. കോംപ്ലക്സ് ഇന്റഗ്രൽ ഫോർത്ത് അല്ലേ? കോംപ്ലക്സ് ഫംഗ്ഷൻസ്, ലിമിറ്റ്, കോംപ്ലക്സ് കണ്ടിന്യൂറ്റി ഫങ്ഷൻസ് അതല്ലേ? എന്നാണ് പഠിച്ച്. അതിന്റെ കോംപ്ലക്സ് ഇമാജിനറി ഫംഗ്ഷൻ പാർട്ട്. അതൊന്നും പിന്നെ നിങ്ങൾക്ക് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് ഇമാജിനറി പാർട്ടും റിയൽ പാർട്ടും കൂടി ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും കണ്ടുപിടിക്കേണ്ടത് 3 മാർക്കിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഫിക്സ്ഡ് പോയിന്റ് ചോദിക്കുന്നുണ്ട്. ഫിക്സ്ഡ് പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ചോദിക്കുന്നുണ്ട്. പിന്നെ കൺഫോമൽ മാപ്പിംഗ്, കൺഫോമാലിറ്റി ചെക്ക് ചെയ്യുന്ന പോയിന്റ്സുകൾ, അതായത് കൺഫോമാലിറ്റികൾ ഉള്ള പോയിന്റ്സുകൾ ഏതാണെന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. പിന്നെ ഒരു റീജിയൻ തന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇമേജ് ഏതാന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. പിന്നെ വേറെന്താ വരുന്നത്? വേറെ ഇതെല്ലാം നിങ്ങൾ പഠിക്കേണ്ടതാണ് കേട്ടോ. 3 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻസുകൾ സെയിം അല്ല, ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഡിഫറെന്റ് ആയിട്ടാണ് വരുന്നത്. ഫങ്ഷൻസ് കംപ്ലീറ്റ് മാറ്റാണ്. നിങ്ങൾ ആ ഒരു മെത്തേഡ് എങ്ങനെയായാലും പഠിച്ചു വെക്കാം. പിന്നെ വരുന്നത്, പിന്നെന്തായിരുന്നു സ്നേഹ ആ ഒരു മോഡ്യൂളിൽ വരുന്നത്? പിന്നെ കോശീസ് തിയറം, പിന്നെ ആ ഒരു ഇക്വേഷൻ ഇല്ലേ മിസ്സേ, പേര് ഓർമ്മയില്ല. സി ആർ ഇക്വേഷനാ. UDX പ്ലസ് VY എന്നെല്ലാം പറഞ്ഞ ഇക്വേഷൻ ഇല്ലേ? UX ഈക്വൽ ടു VY ആണോ? അനലറ്റിക് ആണോ കണ്ടുപിടിക്കുന്നല്ലോ? അതന്നെ, അത് സി ആർ ഇക്വേഷൻ. സി അതെ. ആർ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഉണ്ട് തോന്നുന്നു കേട്ടോ. സി ആർ ഇക്വേഷൻ യൂസ് ചെയ്യാണ്ട്. പിന്നെ നിങ്ങളുടെ ഈ ഒരു കോഴ്സ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ടത് കുറെ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് വൃത്തിക്ക് പഠിച്ചു വെക്കാം. ഫോർത്ത് മോഡ്യൂളിന്റെ അകത്ത് അതാണ് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. കോഴ്സസ് ഇന്റഗ്രൽ ഫോർമുല യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഇക്വേഷൻസ് നന്നായിട്ട് മനസ്സിലാക്കാം. കോഴ്സസ് ഇന്റഗ്രൽ ഫോർമുല തന്നെ 2 വരുന്നില്ലേ? ജനറലൈസ്ഡ് കോഴ്സസ് ഇന്റഗ്രൽ ഫോർമുല, അതായത് ഡെറിവേറ്റീവ് ഓഫ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ. ആ ഒരു കേസ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നുണ്ട്. പിന്നെന്താ നമുക്ക് ഹാർമോണിക് ഫങ്ഷൻ. ഹാർമോണിക് ആണോ ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതെല്ലാം നമ്മുടെ തേർഡ് മോഡ്യൂളിന്റെ ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ, ഹാർമോണിക് ഫംഗ്ഷൻസ് കണ്ടുപിടിക്കാൻ. പിന്നെ അറ്റ് പോയിന്റിൽ ലിമിറ്റ് കണ്ടിന്യൂസ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. ഒരു ഫംഗ്ഷൻ തന്നിട്ട് കണ്ടിന്യൂസ് ആണോ, പിന്നെ കണ്ടിന്യൂസ് ആവുന്ന പോയിന്റ്സുകൾ ഏതൊക്കെയാണ്. നമ്മൾ ലാസ്റ്റ് ഒരു പ്രോബ്ലംസ് ചെയ്തിട്ടില്ലേ, y = mx എന്ന് പറയുന്ന ആ ഒരു പാത്തിലേക്ക് കൂടിയാണ് നമ്മൾ കണ്ടിന്യൂറ്റി കണ്ടുപിടിക്കുന്നത്. ആ ഒരു മെത്തേഡ് വെച്ചിട്ട് ചോദിക്കുന്ന പ്രോബ്ലംസുകൾ ഉണ്ട്. മെയിൻ ആയിട്ട് ഇത്ര തന്നെ ഉള്ളൂ. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്, സെയിം ഫങ്ഷൻസ് അല്ല, ഫങ്ഷൻസ് കംപ്ലീറ്റ് മാറ്റായിരിക്കും. അപ്പൊ നിങ്ങൾ മെത്തേഡ് നന്നായിട്ട് പഠിക്കാൻ, അല്ലാണ്ട് ബൈഹാർട്ട് ആയിട്ട് ഒരു പ്രോബ്ലം എങ്ങനെയാ ചെയ്യുന്നതിന്റെ കാര്യമല്ല നോക്കേണ്ടത്. മെത്തേഡ് നന്നായിട്ട് കറക്റ്റ് ആയിട്ട് പഠിക്കാം. മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സുഖമായിട്ട് നമ്മുടെ ആ ഒരു ഈ മോഡ്യൂള് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ എല്ലാരും? എല്ലാരും പഠിക്കാട്ടോ. സിമ്പിൾ ആണ് ഈ ഒരു മോഡ്യൂള്. നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണ്. 2 മോഡ്യൂളും അതെ. നമുക്ക് ആ ഒരു ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിന്റെ കാര്യമല്ലെന്ന് ചിന്തിച്ചാൽ മതി. എല്ലാവരും ഓക്കെ അല്ലേ? ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് അടിക്കാം. ഫിക്സ്ഡ് പോയിന്റ് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കൺഫോമാലിറ്റി ചെക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പിന്നെ വേറെന്താ ഉള്ളത്? റിയൽ ആൻഡ് ഇമാജിനറി പാർട്ടുകൾ കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ ഒരു ഇമേജ് തന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് എങ്ങനെയാണ് വരുന്നത്, അണ്ടർ ഏതെങ്കിലും ഒരു മാപ്പ് അത് ചോദിച്ചിട്ടുണ്ടാകും. പിന്നെ എന്താണ്, നമ്മുടെ കോശീസ് തിയറം യൂസ് ചെയ്ത് ചെയ്യേണ്ട പ്രോബ്ലംസ് ഉണ്ടാകും. അപ്പം അതിലെല്ലാം നിങ്ങളിപ്പം എന്താണ്, ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
ഈ ഒരു അനലറ്റിസിറ്റി കംപ്ലീറ്റ് ത്രൂ ഔട്ട് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എഴുതി വെക്കാൻ പാടില്ല. ആ കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് ഉണ്ടാവണം കേട്ടോ. ഇന്ന പോയിന്റുകളാണ് നമ്മുടെ സിംഗുലാരിറ്റീസ് വരുന്നത്, അത് ഔട്ട്സൈഡ് ആണ് ബിലോങ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കോശീസ് തിയറം പ്രകാരം നമുക്ക് ഇന്റഗ്രൽ വാല്യൂ 0 ആ കിട്ടുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ മാർക്ക് തരുള്ളൂ. ഇപ്രാവശ്യം നല്ലോണം ടൈറ്റ് ആയിട്ടായിരിക്കും ഞാൻ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പം നന്നായിട്ട് നല്ല സ്കോർ വേണമെന്നുള്ള കുട്ടികൾ നന്നായിട്ട് വൃത്തിക്ക് തന്നെ കംപ്ലീറ്റിലെ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി വരിക. ഓക്കെ അല്ലേ എല്ലാവരും? അപ്പൊ നമുക്ക് ഇന്നത്തെ സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ കോശീസ് തിയറം പഠിക്കണം, കോശീസ് ഇന്റഗ്രൽ ഫോർമുല പഠിക്കണം, അനലിറ്റിക് ഫങ്ഷൻസ് പഠിക്കണം. പിന്നെ ഇതാ ആ ഒരു ഭാഗത്ത് അത്ര എഴുതുന്നു. പിന്നെ ഹാർമോണിക് കോൺജുഗേറ്റ് എന്താന്ന് കണ്ടുപിടിക്കുന്നത് പഠിക്കണം. ഹാർമോണിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്താണെന്നല്ലേ കണ്ടുപിടിക്കണം. പിന്നെ പിന്നെ അത്രേ ഉള്ളൂ തോന്നുന്നു. അത്ര തന്നെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ അല്ലേ എല്ലാവരും? ഒന്ന് കമന്റ് ചെയ്താട്ടെ നിങ്ങള്. ഓക്കെ. ഓക്കെ.